നിങ്ങൾ മാരേജിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മുടെ നാട്ടില് പൊതുവെ ആരും ഇങ്ങനത്തെ കാര്യങ്ങള് പുറത്ത് പറയാൻ മടിക്കണവരാ, നാണക്കേട് വിചാരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ക്ലാസ്സിൽ പോകാണ്ട് ചാടിച്ചൊക്കെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെയും പറഞ്ഞിട്ട് പോകാറുണ്ടായിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി, അവന്റെ ആ വീട്ടിൽ പോയി അവിടെ സ്റ്റേ അടിച്ച് അങ്ങനെ പിന്നെയാണ് ഞാൻ പ്രഗ്നന്റ് ആവണം. അപ്പൊ അതിങ്ങനെ കണ്ട് ആൾക്കാര് വീടിന്റെ അടുത്തുള്ളവരും അങ്ങനെ അവളെന്താ അങ്ങനെ നടക്കണേ അങ്ങനെ അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ ഉണ്ടാവണ പ്രശ്നം. ഇവിടെ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ കെട്ടാന്ന് വെച്ചപ്പോ അച്ഛൻ പറഞ്ഞു എന്തായാലും ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ, ആ ടൈമില് കെട്ടാൻ പറ്റില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇത് ഒരുമിച്ച് നടത്താം. പ്രഗ്നന്റ് ആയി നിങ്ങളത് അബോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിനെ വളർത്താൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞങ്ങളുടെ അടുത്ത് ഒട്ടുമിക്ക ഒരു മെസ്സേജ് അയക്കുമ്പോഴും പറയുന്നത് ഇങ്ങനത്തെ കാര്യം തന്നെയാണ്. നിങ്ങള് അമ്മയെ കെട്ടി അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ശരി, ഇവളുടെ ശരീരം കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നും. ഇവളെന്ത് ഇങ്ങനെ ഭയങ്കര തടിച്ചു പോയിട്ട് ചെക്കൻ എന്താ ഭയങ്കര സ്ലിം എന്നൊക്കെ തോന്നും. അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. കാരണം അവർക്ക് ഇതിനെ പറ്റി ചിലപ്പോൾ അറിയാത്തോണ്ടായിരിക്കും, ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്ത വൈബായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഈ അടുത്തൊരു കമന്റ് വന്നായിരുന്നു, ചാലക്കുടിയിലെ അമ്മേനെ കെട്ടിയ മോനല്ലേ. ഞാൻ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഏജിലും ലുക്കിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ധാരാളം. അപ്പൊ ആൾക്കാർ തന്നെ പറയുമ്പോ വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല, ഇത്രേ ഉള്ളൂ. ലുക്ക് വൈസും ഏജ് വൈസും നോക്കിയിട്ട് ഒരാളെ ഇതാക്കരുത്. ഭയങ്കര വൾഗറായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ ശരിക്കും അതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? വേറെ കാര്യമില്ല, നമ്മ വിഷമിക്കല്ലേ, എന്താ പറയാ. അപ്പൊ കുറെ പേര് നെഗറ്റീവ് ഒരു കണ്ടന്റ് ക്ഷാമം, കോളനി വേണമെന്നൊക്കെ പറഞ്ഞു വരും. ഇപ്പൊ കോളനി വേണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കടം, കാരണം നമ്മുടെ ഈ ചെറിയ വീട് എന്തെങ്കിലാവട്ടെ പറഞ്ഞോട്ടെ. കാരണം ഇപ്പൊ വലിയ വീട്ടിലൊക്കെയാണ് ഇപ്പൊ വീഡിയോ ഇട്ടെന്നുണ്ടെങ്കിൽ ഈ കോളനി വേണമെന്നുള്ള വർത്താനം വരില്ല. ഈ സെയിം വീഡിയോ തന്നെ ഇച്ചിരി വലിയ വീട്ടിലുള്ള ആരെങ്കിലും ഏതിൽ യൂട്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞാൻ കുറെ പേരൊക്കെ ചാനലാണ് കണ്ടിട്ടുണ്ട്, നമ്മൾ ചെയ്ത സെയിം വീഡിയോ തന്നെ അവരും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ വീഡിയോ നമ്മൾ ചെയ്താലും അവരുടെ വീഡിയോയിൽ നല്ല കമന്റും നമ്മുടെ വീഡിയോയിൽ നെഗറ്റീവ് കമന്റ് വരും. മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ മറ്റൊരു ഓണം എപ്പിസോഡുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബ്രിങ്കൻ വ്ലോഗ്സ് ആണ്. അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം ടു ദി ഷോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേർക്ക് അറിയാം, അതായത് ഇപ്പം നിങ്ങളുടെ പേര് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി അറിയാൻ തോന്നുന്നുണ്ട്, ഇമ്മാനുവൽ ആൻഡ് മെരി ചേച്ചി അല്ലേ? അപ്പൊ എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ? ഓണവിശേഷങ്ങൾ ഇതേപോലൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ വട്ടം നമ്മള് ഓണത്തിന് സെയിം കോസ്റ്റ്യൂം ഒക്കെ അടിച്ച് അങ്ങനെ. ഈ ബ്രിങ്കൻ വ്ലോഗ്സ് എന്ന് ആക്ച്വലി നിങ്ങളുടെ പേര് മരിയ ആൻഡ് ഇമ്മാനുവൽ എന്നാണ്. എന്താണ് ആ ഒരു പേര് ചൂസ് ചെയ്യാൻ കാരണം? ആരാ ശരിക്കും ആ പേരിട്ടെ? പേര് ശരിക്കും പറഞ്ഞാൽ ഫാൻസാരിട്ട പേരാണ് ബ്രിങ്കൻ. ആദ്യം എൻ്റെ ഒരു ചേട്ടൻ പുള്ളി ഉണ്ട്, ആൾക്കൊരു പബ്ജി നെയിം ആയിരുന്നു ബ്രിങ്കാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു നെയിം വെച്ച് എനിക്ക് ഇൻസ്പയർ ആയിട്ട് ഇട്ടതാണ്. അപ്പോ ബ്രിങ്കൻ പിന്നെ എല്ലാരും വിളിച്ച് പിന്നെ ബ്രിങ്കൻ എന്നാക്കി. പിന്നെ എല്ലാരും ചോദിച്ചു തുടങ്ങി എന്താണ് അതിന്റെ അർത്ഥം എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ ഡിക്ഷണറി കാര്യങ്ങളൊക്കെ തപ്പി ഞാനൊരു പേര് കണ്ടുപിടിച്ചു, ബ്രിഗൻഡ് എന്ന്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളക്കാരെന്നാണ്. അപ്പൊ പിന്നെ ബ്രിഗൻഡ് എന്നാക്കി. പക്ഷെ എന്നാലും എല്ലാവർക്കും ബ്രിങ്കൻ തന്നെ ഇഷ്ടം. അപ്പൊ പിന്നെ പേര് ബ്രിങ്കൻ തന്നെ വീണ്ടിട്ട് മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിഗൻഡ് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. മരിയ ചേച്ചി എന്തൊന്നും മിണ്ടാണ്ടിരിക്കുന്നത്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ട് പോകുന്നുണ്ട്. ഇപ്പം മകനുണ്ട് അല്ലേ? മകനെ നമുക്കിപ്പോ കാണിക്കാൻ പറ്റാത്തതാണ്, കാരണം ഇരിക്കില്ല, വികൃതി ആയതുകൊണ്ട് വാശിയാണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് ഇവരെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാം, ഇവരുടെ സ്റ്റോറി ആൻഡ് അല്ലേ? കാരണം യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ടൊക്കെ ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ യൂട്യൂബിലേക്ക് വരാനുള്ളൊരു റീസൺ എന്താ? ഞാനല്ല സ്റ്റാർട്ട് ചെയ്തത്, ചഫി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബിന്റെ. ഞങ്ങൾ മാരേജിന് മുന്നേ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷെ വീഡിയോസ് കൂടുതൽ ഇട്ട് തുടങ്ങിയത് മാരേജിന് ശേഷമാണ്. ബൈക്ക് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു ടൈമില് വീഡിയോസ് യൂട്യൂബിൽ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ വണ്ടി ഒരു ഇടയ്ക്ക് വെച്ച് ബാംഗ്ലൂർ വെച്ച് പോലീസുകാരെ പിടിച്ച് അങ്ങനെ ചെറിയൊരു ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി പോയി. പിന്നെ കയ്യിൽ വേറെ കാശൊന്നും ഇല്ല. അപ്പൊ പിന്നെ ഇവള് ഞാനിത് നേരത്തെ ഇഷ്ടത്തിൽ പ്രേമം അങ്ങനെ തരുന്നു.
അപ്പൊ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങള് അങ്ങനത്തെ രീതിയിൽ കപ്പിൾ ബേസ് വീഡിയോസ് ഇടാന്നുള്ള മൈൻഡ് പിടിച്ചു. കാരണം അക്കൗണ്ട് ആ ഒരു ടൈമിൽ കയറി വരായിരുന്നു. അപ്പോൾ എങ്ങനെയും ശരി പണ്ട് തൊട്ട് ആഗ്രഹമാണ് നാലാൾ അറിയണം, മരിക്കാനുള്ള മുന്നേ നാലാൾ അറിഞ്ഞ് മരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡാണ് ബൈക്ക് റേസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നടന്നത്. പിന്നെ ഇവള് വന്നേ പിന്നെ വണ്ടിയും പോയി. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കപ്പിൾ ബേസ് വീഡിയോസ് ഇറക്കി. ചേച്ചി നോക്കുന്നുണ്ട് ഞാൻ വന്നതിന് ശേഷം എന്നുള്ള രീതിയിൽ ഇല്ല, ഇവള് വന്നതിന് ശേഷം കേക്ക് അടിച്ചതൊക്കെ അങ്ങനെയാ. ആണ് അല്ലേ? ഐശ്വര്യം അല്ലേ? ഐശ്വര്യം ഞാൻ വന്ന ശേഷം ഐശ്വര്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് 1 മില്യൺ വ്യൂസ് പുള്ളിക്കാരിയുള്ള വീഡിയോ. എനിക്ക് തോന്നുന്നു ബൈക്കിന്റെ വീഡിയോസിനേക്കാളും കൂടുതൽ റീച്ച് കിട്ടിയത് പുള്ളിക്കാരി കൂടെ ഉള്ളതാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ ഭാഗ്യം തന്നെ പറയണേ അല്ലേ ചേച്ചി? ഇപ്പൊ നിങ്ങൾ ലവ് മാരേജ് ആന്ന് പറഞ്ഞല്ലോ, എത്ര നാളത്തെ റിലേഷൻ ആയിരുന്നു? 6 കൊല്ലായി. എങ്ങനെയായിരുന്നു മീറ്റ്? ഞങ്ങൾ +1 ഒന്നിച്ച് പഠിച്ചതാ. സെയിം ക്ലാസ് അല്ല, പക്ഷെ ബാച്ച് സെയിം ബാച്ച് ആയിരുന്നു. വീട്ടിലെപ്പാറ ഞങ്ങൾ പഠിച്ചത്. അപ്പൊ അവിടെ ഒന്നിച്ച് കണ്ടു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ +1 വെച്ച് ഇവളുടെ കൂട്ടുകാരൻ എനിക്ക് ഇഷ്ടമായിരുന്നു ചെറുതായിട്ട്. നോർമലി സാധനം തന്നെയാണ് അവര്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ആ കൊച്ചിനെ ഇഷ്ടമായി. അപ്പൊ എന്റെ വീട്ടിലൊക്കെ അറിഞ്ഞു, അവളുടെ വീട്ടിലറിഞ്ഞു. പക്ഷെ അവളുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായില്ല, പക്ഷെ എന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമായിരുന്നു അമ്മയൊക്കെ. അപ്പൊ അതങ്ങനെ പറഞ്ഞങ്ങനെ അമ്മ അവളുടെ അടുത്ത് ആ കൊച്ചിന്റെ അടുത്ത് നേരിട്ട് കാര്യം പറഞ്ഞ് അങ്ങനെ അത് ഒത്തുതീർപ്പാക്കിയതായിരുന്നു. പക്ഷെ അത് പിന്നെ ഇവർക്കൊക്കെ എന്നോട് ദേഷ്യമായിരുന്നു. ക്ലാസ്സിലുള്ള ഒട്ടുമിക്ക പേർക്ക് എന്നോട് ഇച്ചിരി ഇതായിരുന്നു. കാരണം ഞാൻ ഇച്ചിരി വികൃതിയായിരുന്നു. പിന്നെ ഈ ഡാൻസ് അങ്ങനത്തെ പരിപാടിയും അങ്ങനെ ഓരോതൊക്കെ ഇട്ട് മുടിയൊക്കെ വളർത്തി ഇച്ചിരി അലമ്പ് ഇതായിരുന്നു ഞാൻ. പിന്നെ +1 അടിപൊളിയിട്ട് പൊട്ടിയോണ്ട് +2 പഠിച്ച് ഡീസെന്റ് ആവുന്ന വെച്ച് മുടിയൊക്കെ വെട്ടി ഡീസെന്റ് ആയി വന്നു. അപ്പൊ പിന്നെ ടീച്ചർമാരെല്ലാരും കൂടി എന്റെ തലയിൽ കയറാന്ന് തുടങ്ങി. അപ്പോ കുറെയൊക്കെ ഞാൻ ക്ഷമിച്ചു. ടീച്ചർമാരുടെ അടുത്ത് ഞാൻ അലമ്പുണ്ടാക്കാറില്ല, പക്ഷെ ഞാൻ പുറമെ ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് എന്നോടൊരു ഇഷ്ടക്കുറവാണ്. പിന്നെ +2 ഞാൻ ഇച്ചിരി ഡീസെന്റ് ആയിപ്പോ പുറത്തുനിന്ന് ടീച്ചർമാർ വരെ എന്നെ ആവശ്യമില്ലാണ്ട് എല്ലാവരും വിളിച്ച് നാണം കെടുത്ത് അങ്ങനത്തെ ഒരു ഇതൊക്കെ. അങ്ങനെ എല്ലാവർക്കും അത്ര നാൾ വെറുപ്പിച്ച് എല്ലാവർക്കും എന്നോട്ടൊരു സഹതാപമായി. ഡീസെന്റ് പെട്ടെന്ന് ഒരു ഇതായില്ലോ. അങ്ങനെ +2 ഓണം വെക്കേഷൻ്റെ ഈ ടൈമൊക്കെ ആയപ്പോഴേക്കും ഞാൻ നൈസായിട്ട് നിർത്തി. അതായത് ഒരു കടയിൽ പഠിപ്പ് പൂർണ്ണമായിട്ടല്ല, ഞാൻ ഒരു കടയിൽ വർക്ക് ചെയ്യാൻ ആ ഒരു മൂഡിൽ ഞാൻ പോയി. പിന്നെ അന്ന് ഈ പറഞ്ഞ വണ്ടി ഭ്രാന്ത് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വണ്ടിക്ക് എടുത്ത് അങ്ങനെ നടന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ ഓണം വെക്കേഷൻ്റെ ടൈമിൽ ടീച്ചർമാർ ഓണാഘോഷത്തിനായിട്ട് ഡ്രസ്സ് നല്ല എടുക്കാനായിട്ട് ഞാനൊരു തുണിക്കടയിൽ നിന്നിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ടീച്ചർമാർ പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെട്ട 1-2 ടീച്ചർമാരുണ്ട്. അപ്പൊ അവർ വന്നിട്ട് പറഞ്ഞു, നീ എന്താ ക്ലാസ്സിക്ക് വരാത്ത, നീ വായോ, നീ ഇല്ലാണ്ടൊരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു തോന്നി എനിക്കും വീണ്ടും വരണം തോന്നി. അപ്പൊ കൂട്ടന്മാരും പറയണ്ടേ, നീ വായോ, നീ ഇല്ലാണ്ടൊരു സുഖമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ ടീച്ചർമാരൊക്കെ പറഞ്ഞതല്ലേ എന്നുള്ള ഇതിൽ പോയി. അവിടെ നിന്ന് ഇപ്പൊ പ്രിൻസിപ്പാളിനെ ഇഷ്ടമല്ല. ഇപ്പൊ പ്രിൻസിപ്പാളിന്റെ അടുത്ത് നീ നിർത്തിപ്പോയതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഡയലോഗായി. അപ്പൊ പിന്നെ അന്ന് കൂട്ടന്മാര് സ്മോക്ക് ചെയ്തിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും എന്റെ പെടലിക്ക് ഞാനാണ് അവർക്ക് സിഗരറ്റ് കൊണ്ട് കൊടുത്ത് അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്നു. ഞാനൊന്നും വലിയില്ല, അങ്ങനെ പിടിച്ചത് എന്റെ തലയിലായി. അപ്പോ എല്ലാം കൂടി വന്നപ്പോ ഞങ്ങളുടെ വീട്ടിലൊന്ന് കാര്യം പറഞ്ഞു, അമ്മ ഇങ്ങനെയാണ് സംഭവം, അപ്പോ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. അപ്പൊ അമ്മ പറഞ്ഞു, നമുക്കെന്നാ സ്കൂളിൽ പോയി സംസാരിക്കാം. അങ്ങനെ പോയി സംസാരിച്ച് ഒരു ഓണം വെക്കേഷൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഞാനെ കൂടി പോയി സംസാരിച്ച് ടീച്ചർമാർ തന്നെ പറയണേ, ഇവൻ കാരണം അവിടുത്തെ പിള്ളേർ ചീത്തയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഗതി കെട്ടപ്പോൾ +2 അടച്ച് നിർത്തി. അപ്പൊ ഇതേപോലെ ഫെബ്രുവരി +2 കഴിഞ്ഞ ഒരു വെക്കേഷൻ ടൈമിലാണ് ഞാൻ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ അന്ന് ആക്റ്റീവ് ആക്കണേ. അപ്പൊ അങ്ങനെ ആക്റ്റീവ് ആയപ്പോ ഇവളുടെ അക്കൗണ്ട് അങ്ങനെ എല്ലാവരുടെയും സജഷൻ ആയിട്ട് വരുമല്ലോ. അങ്ങനെ വന്നപ്പോ റിക്വസ്റ്റ് വിട്ട് അങ്ങോട്ട് മെസ്സേജ് തുടങ്ങി. പിന്നെ അവസാനം ആളുടെ ഒരു സംസാര രീതി കണ്ടപ്പോ എനിക്ക് വേറൊരു രീതിക്ക് പോണ പോലെ തോന്നി. മീൻസ് ഇഷ്ടമുള്ള ഒരു രീതിയിൽ. എന്നിട്ട് ഞാൻ തന്നെ തുറന്ന് ചോദിച്ചാൽ എന്നെ ഇഷ്ടമാണോന്ന്. അപ്പൊ ആള് പറഞ്ഞു അതേന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ ഏജിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വീട്ടുകാരുടെ ഒരു ഇതൊക്കെ. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു വയസ്സിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ആൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം സെറ്റായിരുന്നു. അപ്പൊ പിന്നെ യെസ് പറഞ്ഞ് ഇഷ്ടത്തിലായി. പിന്നെ അങ്ങനെ പോയി. ഏജിന്റെ കാര്യം പറഞ്ഞല്ലോ, ശരിക്കും നിങ്ങളുടെ ഏജ് ഡിഫറൻസ് എങ്ങനെയാണ്? വർഷം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വയസ്സ് വരും. അതായത് 2 വയസ്സായിട്ട് തോന്നിക്കും. കാരണം ഇവിടെ 99, ഞാൻ 2001. പിന്നെ മാസം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 വയസ്സ് ആ ഒരു ഇത് വരും. ഇവിടെ ഒക്ടോബറും ഞാൻ ജൂലൈയിലാണ്. അപ്പോൾ ഒരുപാട് എന്താണ് കേട്ടിട്ടുണ്ട് ആക്ച്വലി സ്കൂൾ ടൈം ആയ സമയത്ത് തന്നെ. ഇപ്പൊ +2 പഠനം നിർത്തി എന്ന് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാ പിന്നെ തുടർന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല? പിന്നെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പൊ വർക്ക് ചെയ്യാണോ ശരിക്കും? ഇപ്പൊ ഞാനിവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യാം, ഒരു ഈവന്റ് മാനേജ് സപ്പോർട്ടിങ് ടീമിന്റെ ഗ്രൂപ്പ് ജി എന്നാ പേര്. ഓക്കെ,
ചേച്ചി എന്ത് ചെയ്യാണ് ശരിക്കും? ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ഇപ്പൊ. ആണ്. ഓക്കെ. എവിടെ? നമ്മുടെ ചാലക്കുടിയിൽ ചാലക്കുടി തന്നെയാണ് വർക്ക് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാണ് ശരിക്കും. ഏജ് ഡിഫറൻസ് പറഞ്ഞ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു നിങ്ങളെ ഒരുപാട് കളിയാക്കാറുണ്ട്, കമന്റ്സിൽ പറയാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. വീഡിയോയുടെ നോക്കിയിരിക്കും. എനിക്ക് തോന്നുന്നു അമ്മയെ കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കമന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് ശരിക്കും? അവരോട് എന്നിട്ടാ അത്രേ ഉള്ളൂ. ഏജിലും പിന്നെ ലുക്കിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ധാരാളം. പിന്നെ കുറെ ഒരു വീടിനെ വെച്ച് പറയാറുണ്ട്, നമ്മളെക്കാളും മോശം വീട്ടിൽ കുറെ പേര് വീഡിയോസ് എടുക്കുന്നവരുണ്ട്. അപ്പൊ നമുക്കതൊക്കെ കാണോ നമുക്ക് സന്തോഷം. അപ്പൊ ആൾക്കാരെന്നെ പറയുമ്പോ വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല, ഇത്രേ ഉള്ളൂ. ലുക്ക് വൈസും ഏജ് വൈസും നോക്കിയിട്ട് ഒരാളെ ഇതാക്കരുത്, ഡിസൈഡ് ചെയ്യാൻ പാടില്ല എങ്ങനെയാണെന്നുള്ള അല്ലേ. ഇപ്പൊ നിങ്ങളുടെ ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എങ്ങനെയാണ് ആ സ്റ്റോറി? ഇപ്പൊ പറഞ്ഞു ഫേസ്ബുക്ക് വഴിയാണ് നമ്മൾ ചാറ്റ് ചെയ്ത്. അപ്പൊ ശരിക്കും ഒരു റീസൺ ഉണ്ടായിരിക്കും ലവ് സ്റ്റോറിക്ക്. എനിക്ക് ശരിക്കും ലവ് സ്റ്റോറി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറയല്ലോ ഫേസ്ബുക്കില്, അപ്പൊ ഇവർക്ക് അന്നൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് ഏകദേശം പക്ഷെ അന്ന് എനിക്ക് അവളോട് ഒരു ഇതുണ്ടായില്ല, ജസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായുള്ളൂ. അപ്പോ പുള്ളിക്കാരനെ ഞാൻ മെസ്സേജ് അയച്ച്, ഞാൻ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ടൈമിന്റെ റിലേഷനിൽ പുള്ളിയുടെ അടുത്ത് ഞാൻ മെസ്സേജ് അയച്ചാൽ, ചേട്ടാ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാര്യം സീരിയസ് ആണ്, പക്ഷെ ചേട്ടൻ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സീന, വർത്താനൊക്കെ ഭയങ്കര മോശം കേട്ടാ. ആ പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ ഇവരുടെ രണ്ടുപേരും ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പോയതാ. അവസാനം പറഞ്ഞ് പിന്നെ എനിക്ക് ഇവളുടെ സംസാരം ഭയങ്കര ഇഷ്ടം, ഇവളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി. ഞാൻ അവളുടെ അടുത്തും പറഞ്ഞു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. കോംപ്രമൈസിന് പോയ ഒരാളാണ് ആക്ച്വലി. എനിക്ക് തോന്നിയത് എല്ലാവരുടെ ലൈഫിലുള്ള ഒരു കാര്യം തോന്നുന്നുണ്ട്, കോംപ്രമൈസിന് പോകുന്ന ആൾക്കാരായിരിക്കും അവസാനം അവരെയും കൊണ്ട് വരിക അല്ലേ. ഈ വ്ളോഗൊക്കെ തുടങ്ങിയല്ലോ, അപ്പൊ ഈ ലവ് സ്റ്റോറി ഒക്കെ ജസ്റ്റ് പറയുന്നുണ്ട്, അന്ന് മുതൽ എന്റെ തലയിലായി അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഏജ് ഇങ്ങനെ ആയതുകൊണ്ട് ലൈക്ക് ആദ്യമേ അറിയില്ലല്ലോ ഏജ്, ചേച്ചിയുടെ ഏജ് ഇത്രയാണ്, കുറച്ച് മുതിർന്നതാണ് എന്നറിയില്ല. അപ്പം അറിഞ്ഞപ്പോഴ് എന്താ തോന്നിയത്? അറിഞ്ഞപ്പോ എനിക്ക് സത്യം തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച ചെറുപ്പം തുടങ്ങി 10 പ്ലസ് 2 വരെ പഠിച്ചിട്ടുള്ളൂ. ആ പഠിച്ച എല്ലാ ക്ലാസ്സിലും ഏറ്റവും ഇളയത് ഞാനാ, ഏറ്റവും ഇളയത്. അതായത് 2000 എന്നെക്കാൾ ചിലപ്പോൾ മാസ വ്യത്യാസം വരെ കൂട്ടുകാർക്ക് ഉണ്ടാവും. അപ്പോ എനിക്കങ്ങനെ ഏജ് വയസ്സ് ഞാൻ നോക്കുമ്പോൾ ഗേൾസ് ആയാലും എന്നെക്കാൾ ഒരു വയസ്സൊക്കെ മൂത്തവരൊക്കെ ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി ഇഷ്ടം എന്ന് പറയണവരെല്ലാവർക്കും സെറ്റ് ആവുന്നവരൊക്കെ എന്നാലും വയസ്സ് മൂത്ത. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ കിട്ടണ എന്തായാലും വയസ്സിന് മൂത്തായിരിക്കും. ചെറിയവരെ ഇപ്പൊ എന്നെക്കാളും പ്രായം കുറഞ്ഞവരെ നോക്കിയാലും അവർ സെറ്റ് ആവില്ല. ഞാൻ പക്ഷെ എന്റെ കൂടെ പഠിക്കുന്ന ആയാലും നോക്കി സെറ്റ് ആവും, പക്ഷെ അവരെന്നാളും പ്രായം ഉണ്ടാവും. വെൽ പ്ലാൻഡ് ആയിരുന്നു ഇല്ലേ കല്യാണം? ഏജിന് മൂത്തത് എനിക്ക് സെറ്റ് ആവുള്ളൂ, കിട്ടത്തുള്ളൂ. പിന്നെ ഇവളുടെ വീട്ടില് പപ്പയും അമ്മയിലും ആ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഇവളുടെ വീട്ടിൽ അതിന്റെ പ്രശ്നം ഉണ്ടായില്ല. ജോലിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു ടൈമില്, സ്ഥിരമായിട്ട് ഒരു ജോലി ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ മാരേജിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? കാരണം നിങ്ങളുടെ സ്റ്റോറി നമ്മളിപ്പോ കേട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന്. അപ്പം എങ്ങനെയാണ് മാരേജിലേക്ക് എത്തിയത്? മാരേജിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം പ്രണയിച്ചതിന് ശേഷം എനിക്ക് അന്ന് 18 വയസ്സുള്ളൂ, എനിക്ക് 20 ആവണമല്ലോ. അപ്പോ ഇതേപോലെ ഇവളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമൊക്കെ, ഇവളെ പട്ടിണിക്ക് ഇടാൻ ഞങ്ങളുടെ സീൻകാരൻ, ഞങ്ങൾ വീഡിയോസ് ഇങ്ങനെയൊക്കെ ഇടണ്ട അപ്പൊ ഇൻസ്റ്റയില്. അപ്പൊ അങ്ങനെ ആകെ മൊത്തം സീനായിപ്പോ ഇവളെ വീട്ടില് ടോർച്ചറിങ്ങും സെറ്റപ്പ് ആയിരുന്നു. വീട്ടിൽ തന്നെ പൂട്ടിയിട്ട സെറ്റപ്പ് ആയിരുന്നു. അന്ന് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യണം. അപ്പോ അന്ന് ഞാൻ ഇതേപോലെ ലീവിനെടുത്ത് വന്ന് ആ ടൈമില് ഇവളുടെ വീട്ടിലാകെ പ്രശ്നമായിപ്പോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാറ് വൈകുന്നേരം. ആ നേരത്തെ കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം പൊളിച്ചും ഭാഗത്തും എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതേപോലെ 2-3 ദിവസം പട്ടിണിക്ക് ഇടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ട് കൊടുക്കാൻ അങ്ങനെ സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ പിന്നെ അവൾക്ക് ഒട്ടും പറ്റാണ്ട് ഇപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ വരാണ് കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവള് വന്നു. എനിക്കത് 18 വയസ്സുള്ളൂ, അപ്പൊ എനിക്കത് ധൈര്യമില്ല. പക്ഷെ ഞാൻ എന്നാലും ഇവളിങ്ങനെ പറയുമ്പോൾ കൂട്ടന്മാരുടെ അടുത്തുള്ള അവർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇങ്ങനെയൊക്കെ ഇല്ല, നീ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ ഇതായി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് നേരിട്ട് ഇവളെ വിളിച്ചിട്ട് വന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ പോയി കാര്യം പറഞ്ഞു. അപ്പോൾ ഇവളുടെ വീട്ടുകാരപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇവളെ ഞാൻ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ പറഞ്ഞിട്ട് അവർ കേസ് കൊടുത്തു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറഞ്ഞ കാരണം വേറെ സീനൊന്നും ഉണ്ടായില്ല. അങ്ങനെ കാര്യം പറഞ്ഞ് എൻ്റെ അമ്മേനെ വിളിച്ചു. അപ്പൻ ചെറിയ ഇഷ്ടക്കുറവായിട്ട് മാറിക്കാം. അപ്പം അമ്മേനെ വിളിച്ച് അങ്ങനെ അമ്മയും വന്ന് അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചു. അപ്പൊ ഇവളെ മറ്റേ അവിടുത്തെ ഈ ലേഡി പോലീസ്, അതായത് വനിതാ പോലീസ്, അപ്പൊ അവര് വിളിച്ച് കൗൺസിലിംഗ് ചെയ്തു. പക്ഷെ പുള്ളിക്കാരി ഉറച്ച തീരുമാനത്തിലായിരുന്നു. അവര് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറയാം നീ എന്തിട്ടാണ് അവൾക്ക് പറഞ്ഞ് ഇതാക്കിയാണേ, അവൾ എന്ത് പറഞ്ഞിട്ട് മാറണില്ലല്ലോ എന്നൊക്കെ ഇതായി.
അപ്പോ എനിക്ക് മനസ്സിലായി എൻ്റെ ഇവിടെയുള്ള ഇഷ്ടം ആത്മാർത്ഥത എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ എനിക്ക് തോന്നി വിട്ട് കളയുള്ള ആ ഒരു തോന്നി. അല്ലെങ്കിൽ ഞാൻ പിന്നെ ആ ഒരു ടൈമിൽ വിട്ടു പോയാണ്. കാരണം ഇവളുടെ വീട്ടുകാരെന്ന് പറഞ്ഞ ഇച്ചിരി ഡയനോളിൽ കുറച്ച് പേര് കുറച്ച് സീന. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ ചെറിയൊരു വീട്ടുകാരാണ്. അപ്പൊ ഇവർക്ക് വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റി എനിക്ക് സഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട, അങ്ങനത്തെ ബ്രേക്കപ്പ് ആവുന്നുള്ളൊരു ഇതുവരെയായിരുന്നു. പിന്നെ ഇവളും എൻ്റെ കൂടെ വരണമെന്ന് ഉറപ്പായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇവള് എൻ്റെ അടുത്ത് കൂടെ നിന്നു. എല്ലാം വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇവളിനെ ഇട്ടിട്ട് പോകില്ല. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും സംസാരിച്ച് പോലീസുകാരെ കൂടി സംസാരിച്ച് അങ്ങനെ ഒത്തുതീർപ്പാക്കി ഞങ്ങളെ കെട്ടിക്കുക, 2 കൊല്ലം കഴിയുമ്പോൾ കെട്ടിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി വീണ്ടും വളരെ വീട്ടിൽ പ്രശ്നമായി. അപ്പൊ ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകാൻ നിൽക്കാം. അപ്പൊ ഇവളൊരു ദിവസം എന്നെ ഞാൻ പോണ അന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവിടെ ചാലുള്ളുണ്ട് ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് വിളിച്ചു. ഇവളുടെ കസിൻ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങള് രണ്ടും കൽപ്പിച്ച് ഇവള് വരാന്ന് പറഞ്ഞു. വേറെ ആരുടെ അടുത്തും പറയുന്നില്ല. എൻ്റെ അമ്മേനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. പക്ഷെ അമ്മയുടെ അടുത്ത് ഞാൻ അത് പറഞ്ഞില്ല. അപ്പൊ അമ്മയ്ക്ക് അതിന്റെ ഒരു പേരിൽ അന്ന് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഇവിടെയും കുട്ടി ഞാനും വേറെ കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ട്രെയിനിൽ കയറി പോയി. അപ്പൊ തന്നെ അവളുടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിലെ കാര്യം പറഞ്ഞു. പോലീസുകാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ എടുത്തില്ല, പേടിച്ചിട്ട് എന്തെങ്കിലും സീൻ ഉണ്ടാവോ, പ്രായമല്ലേ 18 വയസ്സിലുള്ളൂ. അപ്പോ പേടിച്ച് പറിച്ച് ഞങ്ങൾ ബാംഗ്ലൂർ എത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ അറിഞ്ഞു. പോലീസുകാർ വീട്ടിലേക്ക് വിളിച്ചിട്ടാണ് വന്നിട്ടാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ അമ്മ വിളിച്ചിട്ട് കുറെ കരഞ്ഞ് കുറെ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ പറ്റിപ്പോയി, അന്നത്തെ പോലെ അല്ല, വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആയി, ആകെ സീനാണ്, അതുകൊണ്ടാണ് അമ്മേനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ അമ്മ കട്ട് ചെയ്തു അങ്ങനെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ പേപ്പൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവിടെ നിന്നിട്ട് കാര്യം, നിങ്ങൾക്ക് നേരത്തെ സ്ഥലമല്ലേ, അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങോട് വായോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പേപ്പൻ പുള്ളി അങ്ങനെ പറഞ്ഞു. ഇവളുടെ വീട്ടിലും അത്ര നേരം പ്രശ്നം ഉണ്ടായവര് ഞങ്ങളോട് സേഫാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ കെട്ടിച്ചേരാൻ, നിങ്ങോട് വായോ, ഇനി അവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകും. അത് കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ലേറ്റ് ആയിട്ടാണ്, കുറച്ച് അകന്നറിഞ്ഞ എൻ്റെ കൂട്ടുകാരനാണ്. പക്ഷെ അത് ഇവളുടെ ബന്ധുവാണ്. പക്ഷെ കുറച്ച് ഗ്യാപ്പ് ഇട്ടത് അറിഞ്ഞത്. അപ്പൊ അവന്റെ വീട്ടിൽ പോയി. അവന്റെ അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ അവന്റെ ആ വീട്ടിൽ പോയി അവിടെ സ്റ്റേ അടിച്ച് പിറ്റേ ദിവസം അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു, ചേട്ടന്മാരും സംസാരിച്ച് എന്നെ കൊണ്ടുപോയി വീട്ടിലേക്ക്. പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ പഠിപ്പിക്കാൻ വിട്ടു. ഞാൻ പിന്നെ പഠിച്ച് അങ്ങനെ പിന്നെയാണ് ഞാൻ പ്രഗ്നന്റ് ആവണത്. ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവര് മാരേജിന് മുന്നേ അല്ല, നിങ്ങൾ മാരേജിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഫാമിലി ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. പിന്നെ മാരേജിനെ കുറിച്ച് പെട്ടെന്ന് അങ്ങനെ പ്രഗ്നന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മാരേജ് മുന്നോട്ട് വെച്ചതാണോ എന്നുള്ള ചെറിയ സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ട്. അപ്പൊ അതിനോട് എന്താ പറയാനുള്ള പ്രതികരിക്കാനുള്ളത്? ആ ഒരു ടൈമിലും ഇപ്പൊ എല്ലാ പ്രാവശ്യം ഇതേപോലെ ഉണ്ടായാലും ചെറിയ രീതിയിൽ പ്രശ്നമുണ്ട്. അപ്പൊ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. സംഭവം ആ സമയത്ത് ക്ലിക്കായി വരായിരുന്നു. അപ്പോ ഇവളെ വീഡിയോ ഇടാനും വിടില്ല, ഒന്നിനും വിടില്ല. ആദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല പിന്നെ പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായില്ല, അവളുടെ വീട്ടുകാരായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായുള്ളൂ. അപ്പൊ അങ്ങനെ ഇതൊക്കെ വന്ന് അതിന്റെ ഇടയിൽ ഇവളുടെ കോഴ്സും കഴിയേണ്ട ഒരു ടൈമായിരുന്നു. അപ്പോ പരീക്ഷയുടെ ടൈമൊക്കെ അതിൻ്റെ ഉള്ളിൽ വീട്ടിലും അതിനും വലിയ സീനായിരുന്നു. പിന്നെ വീഡിയോ ഇടാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ക്ലാസ്സിൽ പോകാണ്ട് ചാടിച്ചൊക്കെ കൊണ്ടുവരാറുണ്ട്. ക്ലാസ്സിലേക്ക് കെട്ടേറില്ല, ക്ലാസ് ഇല്ലാത്ത ദിവസം ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളി ചാടും. അങ്ങനെയും പറഞ്ഞിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോ അതൊക്കെ അറിഞ്ഞ് വീണ്ടും ആരെങ്കിലൊക്കെ കാണും, കണ്ട് അങ്ങനെ മമ്മീനെ വിളിക്കും, ഇങ്ങനെ പറയും ഇങ്ങനെ അവള് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അപ്പൊ പിന്നെ മമ്മി പിന്നെ അതും പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ചീത്ത അങ്ങനെ. പിന്നെ ആ സമയത്ത് ഇൻസ്റ്റയില് നന്നായി ഞങ്ങൾ വീഡിയോസ് ഇടായിരുന്നു. കപ്പിൾ വീഡിയോസ് ആണ് കൂടുതൽ ഇടാറ്. അപ്പൊ അതിങ്ങനെ കണ്ട് ആൾക്കാര് വീടിന്റെ അടുത്തുള്ളവരും അങ്ങനെ അങ്ങനെ പറയും അവളെന്താ അങ്ങനെ നടക്കണേ അങ്ങനെ അങ്ങനെ. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ മമ്മി എന്നെ ചീത്ത പറയും. അപ്പൊ ഉണ്ടാവണ പ്രശ്നം. എനിക്ക് തോന്നുന്നു മകൻ ഉണ്ടായ ശേഷമാണല്ലേ മാരേജ് ഉണ്ടായത്. ആ ഒരു വീഡിയോസ് ഒക്കെ വൈറലായ സമയം ഉണ്ടായിരുന്നു. അപ്പം അതിനോട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണത്. അപ്പൊ എന്താ പറയാനുള്ള ശരിക്കും അവരോടൊക്കെ? പുറത്തത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മള് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീഡിയോസ് ആദ്യം കുട്ടി എന്നിട്ട് മതി കല്യാണം എന്നുള്ള രീതിയിൽ ഷോർട്ട് ഫിലിം ഇറങ്ങിണ്ടായിരുന്നു. ആദ്യം ജോലി പിന്നെ കല്യാണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ പിന്നെ ഞാനതൊരു കണ്ടന്റ് മാറ്റി ആദ്യം കുട്ടി പിന്നെ കല്യാണം മാറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് പൊതുവെ ആരും ഇങ്ങനത്തെ കാര്യങ്ങള് പുറത്ത് പറയാൻ പഠിക്കണവരാ, നാണക്കേട് വിചാരിക്കും. ഇപ്പൊ എന്റെ ലൈഫില് ഞങ്ങൾക്ക് സഹായങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വരെയൊക്കെ എത്തിയത്. അതായത് ഞങ്ങളുടെ വീടും കാര്യങ്ങളായാലും ഇത്രയും ഇതാക്കിയതൊക്കെ ഓരോരുത്തരുടെ സഹായം മൂലമാണ്.
പിന്നെ സ്വന്തം കാലിൽ പണിക്കൊക്കെ പോയി ഒന്ന് സെറ്റ് ആവാന്ന് വിചാരിച്ച ടൈം തൊട്ട് നമ്മൾ നാട്ടുകാർ നോക്കാറില്ല. കാരണം നമ്മളെ ആരും സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നമുക്ക് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. എന്തെങ്കിലും ഇഷ്ടക്കുറവായിട്ടോ അല്ലെങ്കിൽ വഴക്കായിട്ട് അങ്ങനെയൊക്കെ വരും. അപ്പൊ പിന്നെ നമ്മൾ നാട്ടുകാരെ കാര്യങ്ങൾ അങ്ങനെ നോക്കാറില്ല. നാട്ടുകാരെന്നല്ല, ആരെന്ത് പറഞ്ഞാലും നമ്മൾ നോക്കാറില്ല. കാരണം എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അവരത് ചെയ്യണേന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞോളെടുത്ത് നമുക്ക് അത് ഞങ്ങൾ പള്ളി ദർശനം എടുത്ത് പോയി. കല്യാണത്തിന് ഇവിടെ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ കെട്ടാന്ന് വെച്ചപ്പോ അച്ഛൻ പറഞ്ഞു എന്തായാലും ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ, അപ്പൊ ടൈമില് കെട്ടാൻ പറ്റില്ല അങ്ങനെ എന്തോ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് മാമോദിസയും അല്ലേ. അപ്പൊ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോ യൂട്യൂബ് ആണെങ്കിൽ അന്ന് പച്ച പിടിച്ച് വരണുള്ളൂ. അപ്പോ ഞങ്ങൾ നോക്കിയപ്പോ അതൊരു കണ്ടന്റ് ആക്കാന്നുള്ള ഇതായി. പിന്നെ നോക്കിയപ്പോ ഞങ്ങൾ ജസ്റ്റ് എല്ലാം ഇതിലൊക്കെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോ ഇതങ്ങനെ ആരും പബ്ലിഷ് ചെയ്യണ കാര്യമല്ല നമ്മുടെ ഇന്ത്യയിൽ നല്ല കേരളത്തിൽ തന്നെ പറയാം. അപ്പൊ നോക്കിയപ്പോ രണ്ടും കൽപ്പിച്ച് പുറത്ത് നോക്കിയപ്പോ അത് കോമണാണ്. അപ്പൊ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അതൊരു കണ്ടന്റ് ആക്കാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങള് വ്ളോഗുകളൊക്കെ ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മുടെ മാമോദിസ കല്യാണം ഈ അടുത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങി. പിന്നെ അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ കണ്ടന്റ് വന്നത്. അതായത് ആദ്യം ജോലി പിന്നെ കല്യാണം. അപ്പൊ നമ്മൾ നേരെ അത് ആദ്യം കുട്ടി പിന്നെ കല്യാണം നോക്കി അങ്ങനെ കല്യാണം മാമോദിസ ഒരുമിച്ച് നടത്തി. അങ്ങനെയാണ് പിന്നെ അന്ന് ആ ഒരു ടൈമിൽ ഇപ്പിടറാന്ന് പറഞ്ഞിട്ടൊരു സംഭവം ക്ലിക്കായിരുന്നു. ഒരു പയ്യൻ റബ്ബർ ബാൻഡ് വെച്ച് ഇപ്പിടറാന്ന് പറയല്ലേ, ആ സംഭവം ക്ലിക്കായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മിക്സ്ഡ് വെർഷൻ ഇറങ്ങിണ്ടായിരുന്നു സോങ്. അപ്പൊ അത് വെച്ച് നമ്മൾ അങ്ങനെ ഇട്ട് അത് ട്രെൻഡിങ് വീഡിയോ ആയതുകൊണ്ട് സോങ് ആയതുകൊണ്ട് അതിന്റെ ഒപ്പം അങ്ങനെ കയറി കുറെ ആൾക്കാർ അറിഞ്ഞു. കുറെ ചാനലുകൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തും പറഞ്ഞായിരുന്നു. കൊറേ നെഗറ്റീവ് വന്നായിരുന്നു. ആക്ച്വലി നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ പ്രഗ്നന്റ് ആയി നിങ്ങൾ അത് അബോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിനെ വളർത്താൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അത് ആരും ചിന്തിക്കില്ല അല്ലേ, അങ്ങനത്തെ ഒരു സൈഡും കൂടി നമുക്ക് നോക്കാനുണ്ട്. പക്ഷെ വേണ്ട മോനെ വളർത്തണം എന്നുള്ള രീതിയിൽ ചേച്ചി കൊണ്ടുവന്നതിന് തന്നെ എനിക്ക് ആദ്യം താങ്ക്സ് പറയണ്ടേ. ഒന്നും ചെയ്തില്ല, കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാണ്, നമ്മൾ കണ്ടതാണ് വലിച്ചെറിയുക എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ അത് വളർത്തിയത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ അടുത്ത് ഒട്ടുമിക്ക ഒരു മെസ്സേജ് അയക്കുമ്പോഴും പറയുന്നത് ഇങ്ങനത്തെ കാര്യം തന്നെയാണ്. അതായത് കൊന്നില്ലല്ലോ. അല്ല എപ്പോഴെങ്കിലും ഇത് അബോർട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? സ്റ്റാർട്ടിങ്ങില് എനിക്ക് തോന്നുന്നു ആ ഒരു ഏജിന്റെ ഒരു ഇതായിരിക്കും അല്ലേ. വീട്ടുകാര് അറിയണേലും മുന്നേ അപ്പൊ അവര് അറിയുമ്പോ എന്തായിരിക്കും റിയാക്ഷൻ എന്നുള്ള ഒരു പേടി കൊണ്ട് ഇങ്ങനെ അബോർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു ആ ഒരു ടൈമില്. പിന്നീടാണ് പിന്നെ വേണ്ടാന്ന് വെച്ചു. കോഴിപ്പണിക്ക് പോകണ്ടായിരുന്നു, കോഴിവണ്ടിയിലായിരുന്നു. അപ്പൊ എന്റെ ചേട്ടന്മാരുടെ ഞാൻ ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ പറഞ്ഞു നീ നിന്നോട് പേടിക്കണേ, ഞങ്ങളുണ്ട് കൂടെ. അവര് ഫുള്ള് സപ്പോർട്ടായിട്ട് നിന്നു. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ഞാൻ നിന്നു. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു. എന്നിട്ട് ഇവളുടെ വീട്ടിലപ്പോഴേക്ക് അറിഞ്ഞു. അപ്പൊ എന്റെ വീട്ടിൽ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു എനിക്കറിയായിരുന്നു നീ ഇങ്ങനെ കുപ്പിക്കും, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് പണ്ടേ പറഞ്ഞത് ഇപ്പഴേ ഒരു റിലേഷൻ വേണ്ടെന്നുള്ള രീതിക്കൊക്കെ. അപ്പൊ പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, വിളിച്ചിറക്കിട്ട് വരെ പണിക്കോളേ നോക്കാം, വീടും കുടിയൊക്കെ ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു അമ്മ. പിന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചു തുടങ്ങിയല്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു കാര്യം എല്ലാവരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല ആക്ച്വലി. രണ്ടാമത്തെ കാര്യം, അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിച്ച മനസ്സ്. അഡോപ്റ്റ് മീൻസ് നിങ്ങളത് അബോർട്ട് ചെയ്തിട്ടില്ല, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. വളർത്തി മകനിപ്പോ 2 വയസ്സായല്ലേ. അപ്പൊ മോന്റെ വിശേഷങ്ങളിലൊക്കെ പോകുമ്പോ എന്താണ് മോന്റെ പേര്, മോന് എത്ര വയസ്സായി? അവന്റെ പേര് 2 വയസ്സായിട്ട് ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അവൻ വളർന്നു വരുമ്പോ ഈ ഒരു സ്റ്റോറിയൊക്കെ അറിയുമ്പം അല്ലേ മനസ്സിലാക്കി കൊടുത്തോളും. കാരണം ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ കൊല്ലുന്നതൊക്കെ കുറെ മാറും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ. കുറെയൊക്കെ മാറും എന്നുള്ളത് തോന്നുന്നുണ്ട്. നമ്മൾ ഡെയിലി ഇത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു വീഡിയോ വൈറലായപ്പോ എനിക്ക് തോന്നുന്നു കുറെ പേര് അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കുറെ ബാഡ് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാരായിരിക്കും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ്. ഇപ്പോഴത്തെ ജനറേഷനോളം മിക്കവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങക്ക് ഈ ബാഡ് കമന്റ് വന്നതിൽ ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയിട്ടുള്ള എന്ത് കാര്യമായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്തൊരു കമന്റ് വന്നായിരുന്നു. അതിലെന്ന് പറയുന്നത് എന്താ, അത് ഞങ്ങളുടെ സ്ഥലപ്പേര്, അത് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയാവുന്ന ആരോ ആണ്, എന്നെ അറിയാവുന്ന ആരോ എനിക്ക് പണിതാന്ന് തോന്നുന്നത്. അത് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ത് ചാലക്കുടിയിലെ അമ്മേനെ കെട്ടിയ മോനല്ലേ. കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ആ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇടും, അത് ആരെനിക്കറിയാം. അന്ന് ആ പുള്ളിയുടെ പേര് കമന്റ്
യൂസർ നെയിം എന്തോ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇവർ ആ ഒരു റിയാക്ഷൻ വീഡിയോ മീൻസ് ഒരുപാട് റിയാക്ഷൻ വീഡിയോ എടുത്തിട്ട് എടുക്കാവുന്ന ഒരു റീൽ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഈ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ലൈക്ക് എന്താ പറയാ, അമ്മ കിട്ടി, അല്ലെങ്കിൽ ചാലക്കുടിന്ന് അമ്മ കിട്ടി, അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ കമന്റ്സ്. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ ഹേർട്ടായ ഒരു കമന്റ് എന്ന് പറയണേ. അപ്പം ബാക്കിയുള്ള കമന്റ്സ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻബോക്സിൽ വരുന്നതൊക്കെ എങ്ങനെയാ, ഏത് രീതിയിലേക്കാ വരുന്നത്? ഇൻബോക്സിൽ അങ്ങനെ വലിയ കുറവാ. എല്ലാം ഈ കമന്റ്സ് ആണ്. കമന്റ്സിലാണ് വരുന്നുള്ളൂ. മറ്റേ മെസ്സേജ് എല്ലാവരും ഫ്രണ്ട്ലി അങ്ങനത്തെയൊക്കെയാണ്. പക്ഷെ കമന്റ്സിൽ എന്താണെന്നോ എനിക്ക് തോന്നുന്നു ചിലപ്പോ നമ്മളെ പറ്റി അറിയാത്തവരായിരിക്കാം. കാണുമ്പോൾ ചിലപ്പോ ഇപ്പൊ ഇവൾക്ക് ഇപ്പൊ എന്നാൾ ഏജ് ഉള്ളതുകൊണ്ട് ചിലപ്പോ പ്രഗ്നന്റ് ആയിട്ട് അവൾക്ക് ഇച്ചിരി വണ്ണം വെച്ചായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്ത്രീ ആകുമ്പോൾ, ഒരു അമ്മയാകുമ്പോൾ അവരുടെ ശരീരത്തിന് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഓരോ ആൾക്കാർ പറയാ അല്ലേ? ഇപ്പോ നമുക്കൊരു പെട്ടെന്നൊരു ബോഡി ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടായിരിക്കും. അവരാണ് തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അല്ലെ കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്യണവരും ആൾക്കാരും ഉണ്ട്. നിങ്ങൾക്കില്ലാത്ത പ്രശ്നം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? സ്നേഹം മാത്രം. കാരണം നമ്മളെ അറിഞ്ഞ് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ, നമ്മുടെ അവസ്ഥയും സാഹചര്യങ്ങളും കണ്ട്. അപ്പൊ അവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാറില്ല, വലിയൊരു താങ്ക്സ് മാത്രം പറയാനുണ്ട്. പറയാനായിട്ടൊന്നുമില്ല. ഇല്ല, കാരണം അതിലൊരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അതൊരു വലിയ കാര്യമല്ലേ? നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇതുവരെ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് 23-24 ഏജ് ആയിട്ടുണ്ട്. അപ്പം 18 വയസ്സിൽ നിന്ന് തുടങ്ങിയ സ്ട്രഗിളാണ് അല്ലെ? ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുകയാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അത് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, അതായത് ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഒരാളെ മീൻസ് നിങ്ങളുടെ ഫോളോവർ ആയിരിക്കാം, സബ്സ്ക്രൈബർ ആയിരിക്കാം, ആരെങ്കിലും ഒരാളെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ? അങ്ങോട്ട് മീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിട്ടില്ല. ഹൽക്കൻസ് ഫാം എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ യൂട്യൂബിൽ ഇൻസ്റ്റയില് ക്ലിക്ക് ആയി വന്നവരാ. ഫിറ്റ്നസിന്റെ പുള്ളിക്കാരനാണ് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്താണ് ഒരു ഇതെന്ന് പറയുന്നത്. വേറെ ഞങ്ങൾ അങ്ങനെ ആദ്യം അങ്ങനെ പോയി കണ്ടിട്ടില്ല. കമ്പനിയില്ല മെയിനായിട്ട്. ഇപ്പൊ ഞാനിങ്ങനെ പൊതുവെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കും, ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ. അല്ലാണ്ട് നേരിട്ട് പോയി സംസാരിക്കുക അങ്ങനത്തെ ഒരു ഇതില്ല, ശീലമില്ല. ഒരു ചമ്മല് പോലെയാ. പക്ഷെ എവിടെങ്കിലൊക്കെ ഞങ്ങൾ പോകുമ്പോ ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരൊക്കെ വന്ന് സംസാരിക്കാറൊക്കെ. അത് ഇവളുടെ അടുത്ത് മാത്രം സംസാരിക്കും. അതായത് ഞാൻ ഇവളും കൊച്ചിന് കാണുന്നുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വരില്ല. എന്നെ കാണുമ്പോൾ അവർക്ക് മനസ്സിലായില്ല. പക്ഷെ ഇവള് ചാനല് തുടങ്ങിയത് ഞാൻ, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ, ഇടുന്നത് ഞാൻ, നമ്മളായിരിക്കും വേണ്ട. ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെയൊന്നും. എന്നെയും കൊച്ചിനെയും കണ്ടിട്ടാ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത്. നിങ്ങളുടെ ഈ അടുത്ത് ഇറങ്ങിയ ഒരുപാട് വീഡിയോസ് കോമഡി ടൈപ്പ് വീഡിയോസ് ഉണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വേറെ രീതിയിൽ നിങ്ങൾ ഭയങ്കര വൾഗറായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ ശരിക്കും അതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മെയിനായിട്ട് ഈ വീഡിയോസുകളൊക്കെ ഒന്നല്ലെങ്കിൽ വല്ല സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹിന്ദിക്കാരോ ഇംഗ്ലീഷുകാരോ. മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് വർക്ക് ഉണ്ട്, അപ്പൊ മെയിനായിട്ട് അതിന് സമയമില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ കിട്ടുന്ന ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഇപ്പോൾ മാസത്തിൽ 4 ലീവ് ഉള്ളൂ. എനിക്ക് ഈ വർക്ക് എന്നൊക്കെ ഉണ്ടാകുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് കിട്ടുന്ന ടൈമിൽ നമ്മളെ കൊണ്ട് കുറച്ച് വീഡിയോസ് നമ്മൾ നോക്കി വയ്ക്കും. അപ്പോൾ ടൈം ഇപ്പോൾ അവൾക്ക് ലീവ് കിട്ടുന്ന ദിവസം എനിക്ക് ലീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോസ് നല്ലത് ക്രിയേറ്റ് ചെയ്യും. ചിലതൊക്കെ തട്ടിക്കൂട്ടായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ പുറത്തത്തെ ആൾക്കാരെ നിന്നൊക്കെ ആയിട്ട് ഇൻസ്പയർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും. കൂടുതൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഓരോ സിനിമയിലുള്ള ഓരോ ഭാഗങ്ങൾ ആരും ചെയ്യാത്തതോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി വരേണ്ടത് അങ്ങനത്തെയൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ നോക്കി വരുന്നത്. അപ്പോൾ കുറേ പേര് അതിൽ നെഗറ്റീവ് വരും, കണ്ടന്റ് ക്ഷാമം, അല്ലെങ്കിൽ ഇപ്പോൾ കോളനി വേണം എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ നമ്മളിപ്പോ കോളനി വേണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കടം. കാരണം നമ്മുടെ ഈ ചെറിയ വീട് എന്തെങ്കിലാവട്ടെ പറഞ്ഞോട്ടെ. കാരണം ഇപ്പൊ വലിയ വീട്ടിലൊക്കെയാണ് ഇപ്പൊ വീഡിയോ ഇട്ടെന്നുണ്ടെങ്കിൽ ഈ കോളനി വേണം എന്നുള്ള വർത്താനം വരില്ല. ഈ സെയിം വീഡിയോ തന്നെ ഇച്ചിരി വലിയ വീട്ടിലുള്ള ആരെങ്കിലും ഇതിൽ യൂട്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞാൻ കുറെ പേരൊക്കെ ചാനലിലാണ് കണ്ടിട്ടുണ്ട്. നമ്മൾ ചെയ്ത സെയിം വീഡിയോ തന്നെ അവരും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ വീഡിയോ നമ്മൾ ചെയ്താലും അവരുടെ വീഡിയോയിൽ നല്ല കമന്റും നമ്മുടെ വീഡിയോയിൽ നെഗറ്റീവ് കമന്റ് വരും. അത് എന്തുകൊണ്ടാണെന്നറിയുള്ളൂ. ചിലപ്പോൾ അങ്ങനെ കമന്റ് ചെയ്യണം ശരിക്കും വിഷമം വരത്തില്ലേ? വിഷമം വന്നിട്ട് വേറെ ഒന്നും കാര്യമില്ല, നമ്മൾ വിഷമിക്കന്നെ. എന്താ പറയാ,
നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതാകുമ്പോൾ നെഗറ്റീവ് കമന്റ്സും വരും, അതായത് ഒരു ബാഡും ഉണ്ടാവും, ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാവും എന്നുള്ള സെറ്റപ്പാണ്. ഇപ്പൊ നെഗറ്റീവും കേൾക്കണം, പോസിറ്റീവ് വരും അതും കേൾക്കണം, എല്ലാം നമ്മളാണ് ഇതൊക്കെ തുടങ്ങിയേ. അപ്പൊ നമ്മൾ തന്നെ ഇതൊക്കെ അനുഭവിക്കുക, വേറെ ഒന്നും. ഇതൊന്നും നിങ്ങൾക്ക് പോസിറ്റീവിനേക്കാളും കൂടുതൽ വരുന്നത് നെഗറ്റീവ് കമന്റ്സ് ആണ്. അപ്പൊ ആ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നത് എന്ത് കാര്യത്തിലാണ് കൂടുതൽ? ഒന്ന് ചേച്ചിക്ക് ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് വേറെ എന്ത്? കാരണം ഒരു വിഭാഗം ആൾക്കാരുണ്ട് ബോഡി ഷെയിം ചെയ്യരുത്, തെറ്റാന്നൊക്കെ പറഞ്ഞ് സ്റ്റോറിയും സ്റ്റാറ്റസും അത് ആൾക്കാർ തന്നെ പിന്നെയും പറയുന്നുണ്ട്. ഇപ്പം എന്നെ തന്നെ എടുക്കുകയാണെങ്കിൽ പത്രം എനിക്ക് വണ്ണം വെച്ചല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ, മെലിഞ്ഞിരുന്ന നീ എന്താ മെലിഞ്ഞു പോയത്, പട്ടിണിയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചേച്ചി മെലിഞ്ഞിരുന്നാ ചോദിക്കും ഇവിടെ വന്നിട്ട് പട്ടിണിയായി എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ എന്താ ചേട്ടാ പറയാനുള്ളത്? അവരോട് പറഞ്ഞാൽ ഓരോരുത്തരുടെ ശരീര പ്രകൃതിയാണ്. ഇപ്പൊ ഇവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിച്ചാലും പെട്ടെന്ന് ശരീരത്തിൽ പെട്ടെന്ന് പിടിക്കും. ഇപ്പൊ എന്റെ അനിയനായാലും അങ്ങനെ തന്നെയാ. അപ്പൊ അനിയത്തി ഞാനാണെന്നുണ്ടെങ്കിൽ കഴിച്ച് എന്തോരം കഴിച്ചാലും, പക്ഷെ അനിയത്തി കുറച്ച് കഴിക്കുള്ളൂ, പക്ഷെ ഞാൻ എന്തോരം എനിക്ക് നല്ലോണം ഫുഡ് കഴിക്കാനുള്ള, പക്ഷെ എന്റെ ശരീരത്തിൽ അതിനെ പിടിക്കില്ല. എന്നിട്ടാന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഓരോരുത്തരുടെ ശരീരത്തിന്റെ പ്രകൃതിയാണ്. അപ്പോ ചിലപ്പോ ഈ വീഡിയോ കാണുന്ന അവരുടെ ശരീര പ്രകൃതി ചിലപ്പോ എന്റെ പോലെ ഇരിക്കും. അപ്പോ ഇവളുടെ ശരീരം കാണുമ്പോൾ അവർക്ക് ചിലപ്പോ അത് നെഗറ്റീവായിട്ട് തോന്നും. ഇവളെന്ത് ഇങ്ങനെ ഭയങ്കര തടിച്ചു കൊടുത്ത് ചെക്കൻ എന്താ ഭയങ്കര സ്ലിം എന്നൊക്കെ തോന്നും. അതിപ്പോ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. കാരണം അവർക്ക് ഇതിനെപ്പറ്റി ചിലപ്പോൾ അറിയാത്തോണ്ടായിരിക്കും, ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ എല്ലാരും പറഞ്ഞ പോലെ തന്ത വൈബായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ലൈഫില് ഇപ്പൊ പറഞ്ഞു മീഡിയയിലേക്ക് വന്നിട്ടുള്ള, അതായത് ക്യാമറ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ഇതുപോലെ തന്നെ ഒരു ചാനലിൽ നിന്ന് ഇതേപോലെ തന്നെ ഇന്റർവ്യൂവിന് വന്നിട്ടായിരുന്നു. പക്ഷെ നമ്മള് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ വന്നപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളത് സ്റ്റോറി ഇടലും കാര്യങ്ങളെല്ലാം എല്ലാരും ഭയങ്കരമായിട്ട് റിയാക്ട് ഒക്കെ ചെയ്തു ഇന്ന ചാനലെന്ന് പറഞ്ഞപ്പോ. അപ്പോ നമ്മളും ആദ്യമായിട്ട് അങ്ങനെ കേൾക്കണതൊക്കെ ഈ ഇതിനെ പറ്റി. അപ്പൊ ഇന്റർവ്യൂ കിട്ടി നീ രക്ഷപ്പെടണമെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് സപ്പോർട്ടൊക്കെ ചെയ്ത് പറഞ്ഞപ്പോ നമുക്കും സന്തോഷം തോന്നി. അപ്പൊ പിന്നെ നമ്മള് ആ വീഡിയോക്ക് വേണ്ടി ഏറ്റത്. പക്ഷെ അതെന്തോ അവിടത്തെ ഇഷ്യൂ ആണോ നമ്മുടെ ഇഷ്യൂ ആണോ എന്നിട്ടാന്ന് അറിഞ്ഞൂടാ, പോസ്റ്റ് ആക്കിയില്ല. ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഫീൽ ആയി. എന്തുകൊണ്ടാണ് അങ്ങനെ പോസ്റ്റ് ആക്കിയില്ല ചോദിച്ചില്ല? അത് ആ ചോദിച്ചപ്പോ പറഞ്ഞത് ഞങ്ങളുടെ സ്റ്റോറിയുടെ കുഴപ്പമാന്ന് പറഞ്ഞത്. അതായത് കല്യാണത്തിന് മുന്നേ കൊച്ചുണ്ടായതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത്, സമൂഹത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞ. പക്ഷെ സംഭവം എന്ന് പറയുന്നത് മെയിനായിട്ട് കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഞങ്ങളുടെ ചോദ്യങ്ങൾ കുറച്ച് മോശമായിട്ടായിരുന്നു. നമ്മളതിനെ തിരിച്ചങ്ങോട്ട് നമ്മുടെ ഇന്റർവ്യൂവിന് വന്നാലും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ഒരു മര്യാദയ്ക്ക് എന്തിട്ട് കാര്യം ചോദിച്ചതിനുള്ള മറുപടികൾ പറഞ്ഞു. പക്ഷെ അതിന്റെ രീതിയിലാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ആ ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് അതിന് താല്പര്യം ഉണ്ടായില്ല. ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് അത് പറഞ്ഞത്. പിന്നെ നമ്മുടെ അടുത്ത് അവർ വരുമ്പോ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെയും കടമയല്ലോ. അവരാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചേച്ചി ചോദിച്ച പോലെ ഒരു ഇതുണ്ടായില്ല. ഞങ്ങളുടെ അടുത്ത് ഫസ്റ്റ് ഒന്നൊരു എന്താ പറയാ നമ്മളെ പറ്റി അറിയാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഡയറക്റ്റ് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു, നമ്മളെല്ലാം പറഞ്ഞു. നമുക്ക് അറിഞ്ഞോണ്ട് എന്തിട്ടൊക്കെ പറയേണ്ടതെന്ന് പറഞ്ഞു. നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു അത് ഞങ്ങളുടെ സ്റ്റോറിയുടെ കുഴപ്പമാണ്. ഇത് പറഞ്ഞാൽ ശരിയായിട്ടാ കുഴപ്പമില്ല. പിന്നെ അതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഓരോരുത്തരുടെ കോൺടാക്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യും. എന്നിട്ട് പറയും ബ്രോ ഇന്നാളുടെ നമ്പർ ഉണ്ടോ, അപ്പൊ ഞാനത് ഒപ്പിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ബ്രോ മറ്റേ വീടിന്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടാ, സെറ്റ് ആക്കാട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ 5-6 പ്രാവശ്യം അപ്പൊ ഇവള് പറഞ്ഞു ഇനി അതിന്റെ പിന്നാലെ പോകണ്ട, അവര് എന്നിട്ട് പറയണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക, അതിനെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിർത്തി. ഈ അവഗണന എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫേസ് ചെയ്തിട്ട ഒരാളാണ്, അത് വെച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇതല്ലാണ്ട് ഇപ്പൊ ഫാമിലിയിൽ പറയുകയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടുകാരിപ്പം എങ്ങനെയാണ്, സപ്പോർട്ടാണോ വീഡിയോസ് ഇടുന്നതില്? അതില് ഇപ്പൊ വലിയ കുഴപ്പമില്ല. പക്ഷെ ആദ്യം ഭയങ്കര മമ്മിക്കൊക്കെ വീഡിയോസ് ഇടുന്നതിന് അത്ര താല്പര്യം ഉണ്ടായില്ല. മറ്റുള്ളവര് എങ്ങനെ വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്ക്. ഈ ഡബിൾ മീനിങ് ആണ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലേ, ഇപ്പം റീച്ചിന് വേണ്ടിട്ട് തന്നെ ഡബിൾ മീനിങ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് വരുന്നുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോ അതങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പ്ലാൻ ഉണ്ടോ ആക്ച്വലി? അല്ല നമ്മളിപ്പോ ഡബിൾ മീനിങ് വെച്ചാൽ അങ്ങനെയല്ല. നമ്മളിപ്പോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനത്തെ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു സൈഡില് എനിക്ക് മൂത്രയ്ക്കാൻ വിട്ടിട്ട് അർജന്റായിട്ട് ഞാൻ പോകും. എന്നിട്ട് അവിടെ മൂത്രയ്ക്കും. ഇപ്പൊ ഇവള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെ തോണ്ടും. അപ്പൊ ശരിക്കും പറഞ്ഞത് മന്ദാകിനി സിനിമയില് ഒരു സീനുണ്ട്. ആ വെള്ളം അടിച്ച് ഇവരൊരു വണ്ടിയുടെ വഴി തെറ്റിട്ട് ഒരു കായലിന്റെ സൈഡിൽ നിൽക്കും. ലൊക്കേഷൻ നോക്കി പോണതാ. എന്നിട്ടൊരു കായലിന്റെ സൈഡിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ണത്തിലുള്ള ഒരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരൻ വെള്ളം അടിച്ച് ഓഫായിട്ട് മൂത്രയ്ക്കാൻ ആളൊഴിക്കുന്നത് ഒരു പുള്ളിക്കാരന്റെ മുഖത്താ. അത് ആ പുള്ളിക്കാരൻ ആളുറങ്ങായിരിക്കും.
അപ്പൊ നമ്മളത് ഇൻസ്പയർ ചെയ്ത് നമ്മുടെ രീതിക്ക് ചെയ്തതാണ്, മുഖത്തേക്ക് വീണ രീതിയിൽ. പക്ഷെ അത് ഈ പറഞ്ഞ ആൾക്കാർ അതും നെഗറ്റീവ് സംഭവം ആ സിനിമയിൽ ഉണ്ട് ഓൾറെഡി. പക്ഷെ അത് ഒഴിക്കുന്നൊന്നും കാണിക്കില്ല, നമ്മൾ അതേപോലെ തന്നെ ചെയ്തേ. പക്ഷെ ആൾക്കാരത് അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കല്ല. നമ്മളത് അവരടുത്ത് പറയുന്നുണ്ട് ഇതൊരു സിനിമയിലെ ചിന്തിക്കില്ല. ചെയ്യുന്നതിന് ചിന്തിക്കുന്നില്ല അവര്. ചെയ്തത് നല്ലതല്ല, എന്നാലും സാമാന്യ ഒരു ബോധമുള്ളവർക്ക് മനസ്സിലാവുമല്ലോ അവരിത് ഫണ്ണി രീതിയിൽ എടുക്കണേന്നുള്ളത്. അവർ പക്ഷെ അങ്ങനെ ചിന്തിക്കല്ല. ചിലപ്പോ എപ്പോഴും നമ്മുടെ ഭാഗത്ത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ചിലപ്പോ അവരുടെ ഭാഗത്തൊന്നും ചിന്തിക്കണ്ടേ. മാക്സിമം പോയി പറഞ്ഞ കാര്യം നെഗറ്റീവ് മെയിൻ ആയിട്ട് നോക്കണ കമന്റ് എന്ന് പറയുന്നത് ബോഡി ഷേമിംഗ് ആണ്. വേറെ നമ്മൾ വീഡിയോനെ ബേസ് ചെയ്തുള്ള നെഗറ്റീവ് കമന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ നോക്കലില്ല. അതിപ്പോ നമ്മൾ ആയിട്ട് ചെയ്തതല്ലേ. മറ്റേന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ, ബോഡി ഷേമിങ്ങും വീഡിയോനെ വെച്ച് താരതമ്യം ചെയ്യലും. കുഞ്ഞു വീടൊക്കെ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ വീട് എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നത് ഓപ്പണായിട്ട് കാണിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ. അപ്പം ഈ വീടൊക്കെ മാറി നല്ലൊരു സൗകര്യമുള്ളൊരു വീട് ഉണ്ടാവട്ടെ. പ്ലസ് ഈ ഒരു ഓണം അടിപൊളിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് അറിയട്ടെ, ഒരു സെലിബ്രിറ്റി ആവട്ടെ. അപ്പം വലിയ രീതിയിലൊക്കെ ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ എനിക്ക് പിന്നും ഇൻ്റർവ്യൂ തരേണ്ടതാണ് അല്ലേ അല്ലേ. അപ്പം ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് നല്ലൊരു ശുക്രന വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വെച്ചടി കേട്ടുണ്ടാവട്ടെ. നല്ലൊരു ജോലി ചേച്ചിക്ക് കുറച്ചും കൂടി ആഗ്രഹിച്ച പോലെ പുറത്തോട്ട് പോകാൻ പറ്റട്ടെ. മകനെ നന്നായിട്ട് വളർത്താം. വേണ്ട ഞാനത് അല്ല, പുറത്തേക്ക് പോയാലാണ് നമുക്ക് നമ്മൾ എന്താണ് കണ്ട സ്വപ്നം അല്ലെ. ഓ ആ ഒരു സ്നേഹമാണ് കേട്ടോ. അതെ, സ്നേഹം നല്ല രീതിയിൽ പോയോണ്ടിരിക്കുകയാണെങ്കിൽ പോയില്ല. അല്ല എല്ലാരും എനിക്കൊന്ന് സ്ട്രഗിൾ ചെയ്ത് എന്താ ചാൻസ് കുറവാണ് യൂട്യൂബിൽ ക്ലിക്കാവാൻ. അങ്ങനെ പറയരുത് കേട്ടോ, അങ്ങനെ പറയരുത്. കാരണം വെച്ചാല് നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ എവിടെയൊക്കെ എത്തത്തുള്ളൂ. സ്ട്രഗിൾ ചെയ്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല. ഈ നിൽക്കുന്ന എന്താണ് ഹൈപ്പിൽ നിൽക്കുന്ന ആൾക്കാർ പോലും ഒരു വൺ ടൈം എങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും എത്തുക. അപ്പം നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുക, മകനെ നല്ലോണം വളർത്തുക. അപ്പം ബാഡ് കമൻസ് ഒക്കെ ഇഗ്നോർ ചെയ്യുക, മുന്നോട്ട് പോവുക. ഒരു യൂട്യൂബറായി വലിയൊരു യൂട്യൂബറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഹാപ്പി ഓണം.